ഹലോ നമസ്കാരം. ഞാൻ ശാന്തകുമാരി കുവൈറ്റാണ്. ഞാൻ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഒരു RSS പ്രവർത്തകനാണെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പാർട്ടിയെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ഒരു നരാധമൻ ചെയ്ത ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് സ്വന്തം 10 മാസം ഏറ്റി ചുമന്ന് പ്രസവിച്ച അമ്മയെ ഉറക്കഗുളിക കൊടുത്ത് മയക്കിക്കിടത്തി ബലാത്സംഗം ചെയ്തു എന്നാണ് അതിൻ്റെ തലക്കെട്ടിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ ലോകത്ത് പെറ്റ തള്ളയ്ക്ക് പോലും, അതായത് 10 മാസം ഏറ്റി ചുമന്ന് പ്രസവിച്ച ഒരമ്മയ്ക്ക്, ഒരു സ്ത്രീ എന്നുള്ള ഒരു ഇത് മാത്രം വെച്ചുകൊണ്ട് അവൻ ആ നരാധമനല്ല, മൃഗങ്ങൾക്ക് പോലും ബുദ്ധിയുണ്ട്. മൃഗങ്ങളെ എന്ന് ഇണച്ചേർത്ത് പറയാൻ പാടില്ല, കാരണം മൃഗങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട്. അതിലും വൃത്തികെട്ട ഒരു മൃഗം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഉപമിക്കാനേ ആ നായിനെ പറ്റുള്ളൂ. കാരണം ഇന്നത്തെ ലോകത്ത്, ഈ ലോകത്തിൽ സ്ത്രീകളുടെ മാനം എന്ന് പറയുന്നത് ഒരു വിലയുമില്ലാത്ത ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. സ്വന്തം അമ്മയെ, അതായത് ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വരണമെങ്കിൽ ഇന്ന് അവൻ കാമം തീർത്ത ആ സ്ഥലത്താണ് അവൻ്റെ കാമം തീർത്തിരിക്കുന്നത്. അപ്പോൾ ഒരമ്മയ്ക്ക്, ഒരു കുഞ്ഞിന്, ഒരു സ്ത്രീക്ക് ഈ നാട്ടിൽ, ഈ ഇന്ത്യയിൽ ഒരു ഇതില്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഒരു സ്ത്രീയുടെ മാനത്തിന് വില കൽപ്പിച്ചിരിക്കുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു, സ്ത്രീകൾക്ക് പ്രത്യേകത നിയമം കൊണ്ടുവരും എന്നുള്ളത്. ഈ ഇന്ത്യൻ ഭരണഘടനയിലെ നിയമത്തെ ഈ സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും എല്ലാ സ്റ്റേറ്റിലെ മന്ത്രിമാരും കൂടിയിട്ട് ഈ നിയമത്തിനെ മാറ്റി എഴുതണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പറഞ്ഞാൽ ഇന്നത്തെ സ്ത്രീകളെ കാമം തീർക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിട്ടാണ് ഈ സമൂഹത്തിലെ ഈ ആൺവർഗം എന്ന് പറയുന്ന ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ കുഞ്ഞിനെ പിച്ചി ചീന്തിയിട്ട് ഈ നിയമം എന്ത് ചെയ്തു? അതേപോലെ തന്നെ ഒരു ഡോക്ടറിനെ ഈ അടുത്ത കാലത്ത് കൊന്നു, ബലാത്സംഗം ചെയ്ത്. എന്ത് ചെയ്തു നിയമം? അപ്പോൾ നിയമം എന്ന് പറയുന്നത് ഗൾഫ് കൺട്രികളിലെ പോലെ, മുസ്ലിം കൺട്രികളിലെ പോലെ, സൗദിയിലെ പോലെ, കുവൈറ്റിലെ പോലെ സ്ത്രീകളുടെ സമ്മതമില്ലാതെ അവളിൻ്റെ ശരീരത്തിൽ തൊടുന്ന ഒരാളിനെ കഴുത്തറുത്ത് കൊല്ലുന്ന നിയമമാണ് സൗദിയിൽ. ഞാൻ ബഹുമാനിക്കുന്നു അവരുടെ നിയമത്തിന്. കുവൈറ്റിൽ തൂക്കിക്കൊല്ലുന്നു, ഞാൻ ആ നിയമത്തിനെ ബഹുമാനിക്കുന്നു. കാരണം ഒരു സ്ത്രീക്ക് പകൽ പോലും ഇന്ത്യയിൽ ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സ്ത്രീകൾ ഈ സമൂഹത്തിൽ ജീവിക്കുക? ഈ ആണുങ്ങളിൻ്റെ കാമം തീർക്കാൻ വേണ്ടി മാത്രം ദൈവം ഈ ഭൂമിയിലേക്ക് വിട്ടയച്ചതാണോ സ്ത്രീ എന്ന് പറയുന്നത്? ഒരമ്മ എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പദമാണ് അമ്മ. ആ പദത്തിന് ഇതുപോലെയുള്ള നരാധമൻ നായ്ക്കൾ ഒരു വിലയും ഇല്ലാതെ അവരെ ഈ തരത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ അവനെ എന്തെങ്കിലും ചെയ്യാൻ എനിക്കൊരു അവകാശം കിട്ടുകയാണെങ്കിൽ ഞാൻ അവനെ പിച്ചി ചീന്തി, മഹാഭാരതത്തിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ ചെയ്യുന്നില്ലേ എന്ന് കാലിൽ പിടിച്ചിങ്ങനെ വലിക്കുന്നത് എന്ന പോലെ അവനെ വലിച്ച് കീറണം. അതാണ് ചെയ്യേണ്ടത്. സമൂഹങ്ങളാണ് ഇനി ഇതിന് പ്രതികരിക്കേണ്ടത്. കാരണം പറഞ്ഞാൽ നിയമം എന്ന് പറയുന്നതിന് ഇന്നത്തെ കാലത്ത് നിയമമൊന്നും ഒരു മയിരുമില്ലാത്ത ഒരു കാലഘട്ടമാണ്. ഇതിനു മുമ്പ് ആൽവിയിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ ആ കനാലിൻ്റെ പള്ളയിൽ കൊണ്ടുപോയിട്ട് ഇട്ടിട്ട്
ബലാത്സംഗം ചെയ്ത് കൊന്ന് ചാക്കിൽ കെട്ടി മണ്ണിട്ട് മൂടിയ ഒരു സംഭവമുണ്ടല്ലോ. ആ സംഭവത്തിൽ അവനെ എന്ത് ചെയ്തു? തൂക്കിക്കൊല്ലാൻ വിധിച്ചു കോടതി. എന്നിട്ടോ തൂക്കിക്കൊന്നോ? അവനെ നമ്മളുടെ നികുതി പണം കൊടുത്ത് ഇന്ന് ജയിലിലിട്ടിട്ട് അവരെ തീറ്റിപ്പോറ്റുന്നതാണ് നമ്മളുടെ സമൂഹം. ഈ കേരളത്തിൽ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ഇനിയെങ്കിലും നമ്മളുടെ കോടതി എന്ന് പറയുന്നത് ഈ സ്ത്രീകളുടെ നേരെയുള്ള അക്രമത്തിന് എന്തെങ്കിലും ഒരു പ്രതിവിധി, അതായത് ഇനി ഒരു സ്ത്രീയെ തൊട്ടാൽ എന്താണ് കിട്ടുന്നത് ശിക്ഷ, ആ ശിക്ഷ പേടിക്കുന്ന ശിക്ഷയായിരിക്കണം ഈ ഭരണഘടനയിൽ ഇനി വരേണ്ടത്. അതിന് ഏതെങ്കിലും മന്ത്രിമാർക്കോ ഏതെങ്കിലും നിയമവകുപ്പിന് കഴിയുമോ എന്നാണ് എൻ്റെ ചോദ്യം. കാരണം സങ്കടമുണ്ട്. ഒരമ്മ അവനാ കാമം തീർത്തത്, അവൻ പുറത്ത് വന്ന ഈ ഭൂമി കാണാനുള്ള അവസരം കൊടുത്ത ഒരമ്മ, ആ വഴിയാണ് അവൻ വന്നതിൽ അവൻ്റെ കാമം തീർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഈ വകുപ്പ് നിങ്ങൾ മാറ്റി ഇന്ത്യ ഭരണഘടനയിൽ മാറ്റി എഴുതാത്തോടത്തോളം കാലം ഒരിക്കലും സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല. ഈ സിനിമാ ലോകത്തിൽ ഇപ്പോൾ എത്രയോ നരാധമ്മന്മാർ, സിനിമാ നടന്മാർ ഈ കറുത്ത കോട്ടും കുപ്പായും ഇട്ടിട്ട് കുറേ മറ്റേ ഗുരുവായൂർ കേശവനെ എഴുന്നള്ളിച്ച് നടത്തിയ പോലെ തന്നെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ കുറേ നാറികളിനെ. എന്നിട്ട് അവരൊക്കെ ചെയ്ത് കൂട്ടിയ ഓരോന്നും വാർത്തയിൽ വരുന്നത് ഒരു 50% നുണയാണെങ്കിലും ഒരു 50% അതിൽ ശരിയുണ്ടാവും. അല്ലാതെ വെറുതെ പെണ്ണുങ്ങൾ വന്നിട്ട് അവനവൻ്റെ മാനത്തിന് നാണം കെടുത്താൻ വേണ്ടിയിട്ട് പബ്ലിസിറ്റി ആയിട്ട് പറയില്ലല്ലോ. എന്നിട്ട് ഇനി ഈ കേരള ഗവൺമെൻറ് എന്ത് ചെയ്യും എന്നാണ് ജനങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഒരു ചുക്കും ചെയ്യില്ല, ഒരു ചുക്കും ചെയ്യില്ല. 4-5 വർഷം പൂത്തി വെച്ചതായിരുന്നു അത്. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് മാനം വേണമെങ്കിൽ പ്രതികരണം പെണ്ണുങ്ങൾ തന്നെ ചെയ്യണം. ഒരുത്തനെങ്കിലും ഒരു സ്ത്രീൻ്റെ അനുവാദമില്ലാതെ അവളിൻ്റെ സാധനത്തിൽ എവിടെയെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ സാമാനത്തിനെ മുറിച്ച് കളഞ്ഞു വിടണം. അപ്പം തന്നെ ജയിലിൽ പോയി കിടന്നാലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ട്. ഇനി മേലാൽ എല്ലാ പെണ്ണുങ്ങളും അവരിൻ്റെ അനുവാദമില്ലാതെ തൊടുന്ന ഒരാണിൻ്റെ സാധനത്തിന് മുറിച്ച് കളഞ്ഞു എന്ന് വേണം. അതാണ് ചെയ്യേണ്ടത് നിയമത്തിൽ. ഒരിക്കലും നമ്മുടെ ഇന്ത്യയിൽ ഒരു നിയമത്തിനും ഈ വക അക്രമങ്ങൾക്കും ഒന്നും നടക്കില്ല. ഇനിയിപ്പോൾ വേണമെങ്കിൽ എന്താ അവൻ പറഞ്ഞുണ്ടാക്കുക? അവർ പാർട്ടിക്കാർ അവന് മാനസികമാണ് പറയും. അവനെന്താ മാനസികം? സ്വന്തം അമ്മയെ മയക്കി കിടത്തി അവന് ബലാത്സംഗം ചെയ്യാൻ അവന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവന് എന്ത് മാനസിക രോഗമുണ്ട് എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു പോലീസുകാരനോ ഏതെങ്കിലും ഒരു ജഡ്ജിക്കോ ഏതെങ്കിലും ഒരു വക്കീലിനോ ഇതുപോലെ ചെയ്യുന്ന നരാധമന്മാരെ എന്തെങ്കിലും വകുപ്പിട്ടിട്ട് കൊല്ലാൻ പറ്റുന്ന വകുപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്നെപ്പോലെ ഒരുപാട് സ്ത്രീകൾ. ഞാനിത് എന്തിനെക്കുറിച്ചാണ് പറയണത് എന്നുള്ളത് വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ താഴ്ത്തിട്ടിട്ടുണ്ട്. അതാണ് ഞാൻ ഇത് പറയുന്നത്. അതുകൊണ്ട് ഇനി സ്ത്രീകൾ പ്രതികരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ മക്കൾക്ക്, നമ്മുടെ അമ്മമാർക്ക്, നമ്മളെപ്പോലെയുള്ള സ്ത്രീകൾക്ക്, ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല. നമ്മളുടെ സ്ത്രീകളെ ശരീരം ആണുങ്ങളിൻ്റെ കാമം തീർക്കാനുള്ള ഒരു വസ്തുവായിട്ട് മാത്രമാണ് നിയമവും ജനങ്ങളും കാണുന്നത്. അതുകൊണ്ട് ദയവേത് ഈ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന, ഇനിയൊരു മന്ത്രി വരികയാണെങ്കിലും ഇനി ഇപ്പോൾ ഇരിക്കുന്ന ആളാണെങ്കിലും എല്ലാത്തിനും വലിയ ആൾക്കാർ മറ്റേ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത് ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ. സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും, സ്ത്രീ സുരക്ഷിതത്വത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നും കൂടി നിങ്ങളൊന്ന് ചെയ്യണമെന്ന് ആലോചിക്കും നിങ്ങൾ. ഒരു സ്ത്രീക്ക് രാത്രിയും പകലും ആണുങ്ങളെപ്പോലെ തന്നെയാണ് ഇറങ്ങി നടക്കാനുള്ള ഒരു അവകാശം. അത് ഞങ്ങളെ നിഷേധിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്ത്രീ എന്നുള്ളൊരു നിലയ്ക്കാണ്. സ്ത്രീയെ കാമം തീർക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണെന്ന് കണക്കാക്കിയത് കൊണ്ടാണ് നിങ്ങൾ. ഏതെങ്കിലും ഒരു വകുപ്പിൽ അവനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ, എൻ്റെ കയ്യിലാണ് കിട്ടണമെങ്കിൽ ഞാൻ അവനെ വലിച്ച് കീറി മഹാഭാരത യുദ്ധത്തിൽ ഞാൻ കാലിൽ പിടിച്ച് വലിക്കുന്നുണ്ടല്ലോ എന്ന പോലെ ഞാൻ അവനെ വലിച്ചു കീറി കൊന്നു കൊല്ലും. ഞാൻ അവനെ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കണം. അതാണ് വേണ്ടത്. ഒരമ്മയെ,
ഒരു പെറ്റ അമ്മയെ അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്കതിങ്ങനെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരിതാണത് തോന്നുന്നത്. അതുപോലെ സ്വന്തം മക്കളെ ചെയ്യുമ്പോൾ ഒരച്ഛനും അമ്മയും നിയമത്തിന് വിട്ടുകൊടുക്കരുത്. അവരിനെ അറുത്ത് കൊല്ലണം, പിടിച്ചു കൊണ്ടുപോയിട്ട് തലകിടായി കെട്ടിത്തൂക്കിയിട്ട് അവൻ്റെ കഴുത്ത് അറുത്തെടുത്തിട്ട് പോലീസിന് കൊണ്ടുപോയി കൊടുക്കണം. എന്നിട്ട് അതാണ് വേണ്ടത്. അല്ലാതെ ഒരിക്കലും സ്ത്രീകൾ ഇതിനെയൊക്കെ കുറിച്ചാണ് എന്തെങ്കിലും പ്രതികരിക്കേണ്ടത്. മനസ്സിലാവണ്ട. ഓക്കെ, ബൈ.